ആരെക്കുറിച്ചാണ് പാലക്കാടിന്റെ ജില്ലാ സെക്രട്ടറി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഷാഫി പറമ്പിലിനെ അല്ലെങ്കിൽ അത് ആരെയും കുറിച്ച് എന്തും പറയാമെന്നാണ്? അല്ല, ഇവിടെ ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു അദ്ദേഹം തന്നെ വിശദീകരിച്ചു. ഞാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, ഹെഡ് മാസ്റ്ററുടെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടൊന്നും ഷാഫി പറമ്പില് സ്വയം വെളുക്കാൻ ശ്രമിച്ചാൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ തകർന്നടിച്ച ഇമേജ് തിരിച്ചു പിടിക്കാൻ സാധിക്കത്തില്ല. സുരേഷ് ബാബു അത് ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു. ഞാൻ പേര് പറഞ്ഞില്ല, നിങ്ങളൊരു പേര് ഏറ്റുപിടിച്ചു, അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇവിടെ യഥാർത്ഥ സംഭവം എന്താണ്? ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട MP-ക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിനായി തഴച്ചു വളർന്ന് കേരളത്തിലെ ഒരു അപകടകരമായ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന് പേടി സ്വപ്നമായി വളർത്തുന്നതിലും കേരളത്തിലെ ജനങ്ങൾ വെറുക്കുന്ന ഇന്ത്യയിലെ തന്നെ ഒന്നാമത്തെ MLA മാറ്റിയെടുക്കുന്നതിൽ ഈ ഷാഫി പറമ്പിലിന് വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ VD സതീശനുമുണ്ട്. അല്ല, അത് അങ്ങനെ അങ്ങ് ആരോപിക്കുകയാണോ? എന്തെങ്കിലും ഒരു തെളിവ് ഇല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലൊരു തെളിവോ ഇതിലൊരു അടിസ്ഥാനപരമായിട്ടുള്ള ആരോപണമാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടി ചർച്ച ചെയ്യാവുന്ന വിഷയമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി എന്തും പറയുക എന്നുള്ളത് അത് ശരിയായ രാഷ്ട്രീയമാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ വിശദീകരണം വന്നതോടുകൂടി ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. പിന്നെ തെളിവ് വളരെ വ്യക്തമല്ലേ? കാരണം ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ജീവിതത്തിൽ അനുഭവിച്ചെന്ന കേരളത്തിലെ ഒരു പെൺകുട്ടിക്ക് ഒരു ഇതുവരെ സമാനതകളില്ല. ഷാഫി പറമ്പിലിന്റെ വിഷയമാണ് പറയുന്നത്. അല്ല, അതെനിക്ക് മനസ്സിലായി. ഷാഫി പറമ്പിലിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത്. വളരെ വ്യക്തമായ ബോധ്യമാണ്. അതാണ് തുടക്കത്തെ പറഞ്ഞേ. ഇതുപോലെ ഒരു MLA പരിപോഷിച്ച് നടത്തുന്നത് വീണ്ടും അയാളെ ജനങ്ങളുടെ മുമ്പിൽ അടിച്ചേൽപ്പിക്കാനൊക്കെ കുതന്ത്രങ്ങൾ പറയുന്ന ഷാഫി പറമ്പിലിന്റെ ഇമേജ് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ, പ്രത്യേകിച്ച് വളരെ നിയോജകമണ്ഡലത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പാടെ തകർന്നിരിക്കുക. അത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് സുരേഷ് ബാബുവിനെ കരുവാക്കിക്കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണം നടത്തിക്കൊണ്ടൊന്നും അദ്ദേഹത്തിനൊന്നും അത് ഒരിക്കലും ഇനി തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതായത് നല്ല ഇമേജ് ഉള്ള ഒരു യങ് പാർലമെന്ററിയനായിരുന്നു, ഒരു ലീഡറായിരുന്നു, ഒക്കെ സത്യ. പക്ഷേ ഇതിൽ ഒരുപാട് ദുരൂഹതകൾ ജനങ്ങൾ സംശയിക്കുന്നുണ്ട്. ഒന്ന്, ഈ ഷാഫി പറമ്പിൽ ഇവരും തമ്മിലുള്ള ടൈപ്പ് എന്താണ്? അത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയണ്ടേ? അതാ പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയിലെ ആളുകൾ തമ്മിൽ പല ടൈപ്പും ഉണ്ടാവും. പക്ഷെ പുറത്തുനിന്ന് നമ്മൾ പറയുമ്പോൾ, താങ്കൾ അത് ഇതുവരെ പറയുന്നില്ല, പുറത്തുനിന്ന് ഒരാൾ പറയുമ്പോൾ, പുറത്തെ ഒരു പാർട്ടിയിൽ നിന്നൊരാൾ, അതും ഒരു ജില്ലയുടെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന ആ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു വ്യക്തത വേണ്ടേ? അതെങ്ങനെയാണ് ഒരു MP-യെ കുറിച്ച്, ഒരു ജനപ്രതിനിധിയെ കുറിച്ച് അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ ആ രീതിയിൽ പരാമർശം നടത്തുക? അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള മറുപടിയോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു, ഞാൻ പേര് ഉപയോഗിച്ചില്ല, പ്രധാന അധ്യാപകൻ. അല്ല, നിങ്ങൾ മാധ്യമങ്ങളാണ് അത് പേരിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹം പറഞ്ഞപ്പോ തന്നെ ആ പ്രശ്നം അവിടെ പരിഹരിച്ചു. പക്ഷെ അതുകൊണ്ട് ഷാഫി പരിഹരിക്കപ്പെടുന്നില്ല. ഒരാളെ അധിക്ഷേപിച്ചിരിക്കുന്നു, ഒരാളെ കുറിച്ച് വളരെ മോശമായി സംസാരിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ആ പ്രശ്നം തീരുന്നത് അവിടെ? ആരെക്കുറിച്ച് പറഞ്ഞെന്നാണ് നിങ്ങൾ പറയുന്നത്? ഒരു പേര് പറയാതെ ആരെക്കുറിച്ചാണെങ്കിലും ശ്രീ റെജി ലൂക്കോസ് അങ്ങനെ പറയുന്നതാണോ രാഷ്ട്രീയം? അതാണോ പറയേണ്ടത്? അതാണോ CPM-ന്റെ രീതി? CPM ആരെ വ്യക്തിഗത നടത്തുന്നതോട് യോജിക്കുന്ന ഒരു പാർട്ടിയല്ല. ഞങ്ങളാരും ചാനൽ ചർച്ചകളിലോ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നോ പാർട്ടി നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നോ കേരളത്തിൽ ഇതുവരെ ഒരു വ്യക്തിഗതയും ആരെക്കുറിച്ച് നടത്തിയിട്ടില്ല. ആരെങ്കിലും അങ്ങനെ രീതിയിൽ സംശയിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുന്ന പാർട്ടിയാണ്. പക്ഷെ സുരേഷ് ബാബുവിനെ സംബന്ധിച്ചോട് അത് വളരെ ക്ലിയർ ആയിട്ട് സുരേഷ് ബാബുവിന് അതിൽ നിന്നും ഒരു വ്യത്യാസവുമില്ല. അങ്ങനെയാണ് പാർട്ടി തീരുമാനമെങ്കിൽ സുരേഷ് ബാബു അത് പാലിക്കണം. അല്ലാതെ ഈ തരത്തിലുള്ള വാക്കുകളോ ഒരാളെ കുറിച്ച് ഈ രീതിയിലല്ല സംസാരിക്കേണ്ടത്, പ്രതികരിക്കേണ്ടത്. അതല്ല ശരിയായ രാഷ്ട്രീയം എന്നുള്ളത് സുരേഷ് ഗോപിയെ പാർട്ടി തന്നെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്.